ഷിയർ ഫോഴ്സ്. അപ്പം ഷിയർ ഫോഴ്സിനെ പറ്റി പറയുമ്പോൾ ഐ ഹാവ് ടു ടേക്ക് യു ബാക്ക് ടു സംതിങ്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബീമിന്റെ ഒരു അറ്റം മുതൽ രണ്ട് സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ടെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്നതാണ്. വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്നതാണ്. രണ്ട് സപ്പോർട്ട് ഉണ്ടായ രണ്ട് സപ്പോർട്ട് റിയാക്ഷൻസ് ഉണ്ടാവുള്ളൂ. പക്ഷേ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബീമിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡിങ് പോയിന്റ് വരെ എല്ലാ പോയിന്റിലും ഷിയർ ഫോഴ്സ് ഉണ്ടാവും. വാല്യൂ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാ പോയിന്റിലെയും ഷിയർ ഫോഴ്സ് നമുക്ക് ഒറ്റയടിക്ക് മാറുന്നത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ലോഡ് മാറുന്നതനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അതാണ് നമ്മുടെ പർപ്പസ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു സിറ്റുവേഷൻ എടുത്തോളൂ. എ ബി, നേരത്തെ കണ്ട അതേ ബീം തന്നെ ലോഡ് ഞാൻ ഇങ്ങനെ നടന്ന് പോവാണ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയ എയിൽ നിന്നും സ്മോൾ എ ഡിസ്റ്റൻസ്, ഈ എ ഡിസ്റ്റൻസ് മാറി സി എന്നൊരു പോയിന്റ് എടുത്തു. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം ഈസ് എൽ ആൻഡ് ഞാൻ ഇവിടെ ഒരു പോയിന്റ് സി കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് സ്മോൾ എ ഫ്രം എ സി ഡിസ്റ്റൻസ് എ ആണ്. അപ്പോൾ സി ബി ഡിസ്റ്റൻസ് ബി റെപ്രസെന്റ് ചെയ്യാം, ഓർ ഇറ്റ് വിൽ ബി എൽ മൈനസ് എ. അതായിരിക്കും കുറച്ചുകൂടി ILD യുടെ ടേംസിൽ കുറച്ചുകൂടി പറയാൻ എളുപ്പം. എൽ മൈനസ് എ ആയിരിക്കും. അപ്പോൾ വി ഹാവ് എ ബീം where which has an intermediate point A, C, which is at a distance of A and L minus A. അല്ലെങ്കിൽ A, L minus A എന്നുള്ള രണ്ട് ഡിസ്റ്റൻസ് വെച്ച് സെപ്പറേറ്റ് ഔട്ട് ചെയ്ത C എന്നൊരു പോയിന്റ് ഉണ്ട്. ആൻഡ് ദ ലോഡ് ഒബ്വിയസ്ലി പഴയ പോലെ തന്നെ എയിൽ നിന്ന് ബിയിലോട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സി എന്ന് പറയുന്ന പോയിന്റിലെ, ഈ കാണുന്ന സി എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ലോഡ് മാറുന്നതനുസരിച്ച് സി എന്ന പോയിന്റിൽ വരുന്ന ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ, അതാണ് നമ്മുടെ പർപ്പസ്. അങ്ങ് കണ്ടുപിടിച്ചേക്കാം അല്ലെ. സോ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ലോഡ്, അതായത് 1 കിലോ ന്യൂട്ടൺ എക്കും സിക്കും ഇടയ്ക്കുള്ള പോയിന്റുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ, അതായത് എക്കും സിക്കും ഇടയ്ക്കാണ് 1 കിലോ ന്യൂട്ടൺ എന്ന് അസ്യൂം ചെയ്യുക. അപ്പം അതിനെ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ എക്സ് 0ക്കും എക്കും ഇടയ്ക്കാണ്. ഓക്കെ, 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ 1 കിലോ ന്യൂട്ടന്, അല്ലെങ്കിൽ എയിൽ നിന്ന് 1 കിലോ ന്യൂട്ടണിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ എക്സ് എക്കും സിക്കും ഇടയ്ക്ക് എന്നുള്ളതിന്റെ റെപ്രസെന്റേഷൻ ആണ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ. ഓക്കെ, നൗ ഷിയർ ഫോഴ്സ് അറ്റ് സി. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ സൈൻ കൺവെൻഷൻസ് ഉപയോഗിച്ച് ഞാൻ സിയിൽ നിന്നും ഈ ഡയറക്ഷനിലോട്ട് നോക്കുവാണെങ്കിൽ, സിയിൽ നിന്നും ലെഫ്റ്റിലോട്ട് നോക്കുവാണെങ്കിൽ, I can see a VA acting upwards and a 1 kilonewton acting downwards. അപ്പോൾ there is a positive shear force and a negative shear force. അപ്പം സി എന്ന പോയിന്റിന്റെ ലെഫ്റ്റിൽ കാണുന്ന എല്ലാം സം ചെയ്തെടുക്കുമ്പോൾ that will be VA minus 1. VA നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, which will be equal to 1 minus x by L, and minus 1 gives, സോൾവ് ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി will be minus x by L. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് സി will be minus x by L. അപ്പോൾ ഈ എക്സിന് നേരത്തെ പോലെ തന്നെ, നേരത്തെ നമ്മൾ 0, L എന്നുള്ള രണ്ട് എക്സ്ട്രീം വാല്യൂസ് ഇട്ട് ചെയ്ത് നോക്കി. അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് എക്സ്ട്രീം വാല്യൂസ്, അതായത് എക്സിന് ഇവിടെ എക്സ്ട്രീം വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0യും എയും ആണ്. എക്സ് 0യ്ക്ക് എയ്ക്ക് ഇടയ്ക്കാണ്. അപ്പോൾ എക്സിന്റെ വാല്യൂ 0 എ ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി will become 0. ഈ ഫോർമുലയിലോട്ട് x equal to 0 ഇട്ട് കൊടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടും, that will be 0. സിമിലർലി x equal to അടുത്ത എക്സ്ട്രീം പോയിന്റ് x equal to a ഇട്ട് കൊടുത്താൽ ഷിയർ ഫോഴ്സ് അറ്റ് സി will become minus a by L. ഓക്കെ, ഇബ്വിയസ് കാര്യമാണ്. അപ്പം രണ്ട് എക്സ്ട്രീം പോയിന്റ്സിലെ വാല്യൂ നമുക്ക് കിട്ടി. 0യിലും എയിലും ഉള്ള ഷിയർ ഫോഴ്സ് അറ്റ് സി നമുക്ക് കിട്ടി. ഓക്കെ, ഇത് ഞാനത് മാർക്ക് ചെയ്തു. സിമിലർലി അപ്പോൾ നമ്മൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ, അതായത് 1 കിലോ ന്യൂട്ടൺ എക്കും സിക്കും ഇടയ്ക്കുള്ള കേസാണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് സിക്കും ബിക്കും ഇടയ്ക്കാണ് 1 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നതെങ്കിൽ എന്നുള്ള കേസ് കാണാം. സിക്കും ബിക്കും ഇടയ്ക്ക് എന്ന് വെച്ചാൽ എക്സ് വിൽ ബി ബിറ്റ്വീൻ എ ആൻഡ് എൽ, അതായത് എക്സിന്റെ ഡിസ്റ്റൻസ് എയും, അപ്പം എക്സ് ഇത്രയും ദൂരത്തോട്ട് വരികയാണ്, ഇതാണ് എക്സ്. അപ്പം ദാറ്റ് വിൽ ബി ബിറ്റ്വീൻ എ ആൻഡ് എൽ വെൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. അപ്പോൾ അതിന്റെ റെപ്രസെന്റേഷൻ ഇതാണ്. ഓക്കെ, കുറച്ച് ക്ലിയർ ആക്കണമെങ്കിൽ ഈ കാണുന്നു. ഓക്കെ, നേരത്തെ കണ്ട സാധനങ്ങൾ ഞാൻ മാർക്ക് ചെയ്യാണ്. ആൻഡ് ദിസ് ഈസ് അവർ സിറ്റുവേഷൻ. സിക്കും ബിക്കും, ഇതാണ് ബിക്ക് ഇടയ്ക്ക് ലോഡ് നിൽക്കുകയാണ്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൽ. യെസ്, അപ്പോൾ ഇവിടെയും ഇവിടെ ഒരു കാര്യം ചെയ്യാം. നേരത്തെ നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കിയതുകൊണ്ട് ഇവിടെ ഞാൻ റൈറ്റിലോട്ട് നോക്കാം. റൈറ്റിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഫോഴ്സസ്, ഐ സി എ 1 കിലോ ന്യൂട്ടൺ ആക്ടിങ് ഡൗൺവാർഡ്സ് ആൻഡ് എ VB ആക്ടിങ് അപ്വാർഡ്സ്. റൈറ്റിലോട്ട് നോക്കുമ്പോൾ ഒരു 1 കിലോ ന്യൂട്ടൺ താഴോട്ടും VB മുകളിലോട്ടും ഉണ്ട്. ദാറ്റ്
1 so will be positive according to our sign conventions, and this VB will be negative according to our sign conventions, hence we write it as 1 minus VB. So VB യുടെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് x/L എന്നുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we can get L minus x/L അല്ലെങ്കിൽ 1 minus x/L. ഓക്കെ, ഇവിടെയും നമ്മൾ എക്സ്ട്രീം വാല്യൂസ് ആയ എയും എല്ലും ഇട്ട് കൊടുക്കണം. എക്സിന് എയും എല്ലും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സിയിലെയും ബിയിലെയും ഷിയർ ഫോഴ്സ് അറ്റ് സി കിട്ടും. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്ന പോയിന്റ് തന്നെയാണ്. ഓക്കെ, സി എന്ന് പറയുന്ന പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ when x equal to a, shear force at C will become L minus A by L. Okay, which is equal to B by L. അത് നോക്കണ്ട, നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന A L minus A എന്നുള്ള കൺസെപ്റ്റ് ആണ്. L minus A. So shear force at C will be L minus A by L. Okay. Similarly, when x equal to L, അതാണ് സെക്കൻഡ് എക്സ്ട്രീം പോയിന്റ്. എക്സ്ട്രീം പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോൾ shear force at C will become L minus L by L, which equal to 0. Okay, അപ്പോൾ നമുക്ക് 4 പോയിന്റിലെ 4 വാല്യൂ കിട്ടി. അപ്പോൾ ഈ വേരിയേഷൻ x/L ആണ് എന്ന് വെച്ചാൽ അതൊരു ലീനിയർലി വേരിയിങ് ആണ്, പക്ഷെ നെഗറ്റീവ് ആയതുകൊണ്ട് താഴോട്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ L മൈനസ് x/L ആണ്. എക്സ് വിൽ ഓൾവേസ് ബി ലെസ് ദാൻ L. അപ്പോൾ ഇതൊരു പോസിറ്റീവ് ആണ്, പക്ഷെ ലീനിയർലി വേരിയിങ് വാല്യൂ ആയിരിക്കും ഈ കാണുന്നത്. ഓക്കെ, സോ ഇതിനെ വെച്ച് നമ്മൾ ഗ്രാഫ് ഡെപിക്ട് ചെയ്യുമ്പോൾ അപ്പോൾ എക്സ്ട്രീം പോയിന്റ്സിലെ വാല്യൂ നമുക്കറിയാം. എക്സ് ഈക്വൽ ടു 0യിൽ 0 കിട്ടിയിട്ടുണ്ട്, എക്സ് ഈക്വൽ ടു Lൽ 0 വീണ്ടും കിട്ടിയിട്ടുണ്ട്. എക്സ് ഈക്വൽ ടു Aയിൽ പക്ഷെ 2 വാല്യൂ ആണ് കിട്ടിയത്, മൈനസ് A/Lഉം B/Lഉം അല്ലെങ്കിൽ L മൈനസ് A/Lഉം. അപ്പോൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ദ ഗ്രാഫ് വിൽ ടേക്ക് ദ ഫോം ലൈക്ക് ദിസ്. അതായത് ഇവിടെ നെഗറ്റീവ് 0 to A നെഗറ്റീവ് ആയ മൈനസ് x/L ആക്ട് ചെയ്യുമ്പോൾ അതായത് ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നു. പക്ഷേ ഈ പോയിന്റിൽ തന്നെ വേറൊരു വാല്യൂ ഉണ്ട്, L മൈനസ് A/L എന്നുള്ളൊരു വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ 1 മൈനസ് A/L, ആൻഡ് ദാറ്റ് ഓൾസോ ലീനിയർലി ഡിക്രീസസ് ടു 0. ഓക്കെ, അതാണ് അത് പക്ഷേ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം ഈ കാണുന്നതാണ് ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ഷിയർ ഫോഴ്സ് ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിംഗ് എ പോയിന്റ് ലോഡ്. ഓക്കെ, ഇതിന്റെയും അർത്ഥം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോഡ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ലോഡ് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ മൂവ് ചെയ്യുന്നതിനിടയ്ക്ക് ഈ പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ സ്ട്രക്ചർ സി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ഇതായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കണം, ഈ പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റിലെ ഷിയർ ഫോഴ്സ് അല്ല നമ്മൾ പറയുന്നത്. സി എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആണ് ഈ ഓർഡിനേറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ലോഡ് ഇവിടെ എത്തുമ്പോൾ ഈ പോയിന്റ് നിൽക്കുമ്പോൾ സി എന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ പോസിറ്റീവ് ഓർഡിനേറ്റ് ആയിരിക്കും. ഓക്കെ, ഈ വാല്യൂ ആയിരിക്കും. അപ്പം ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായിട്ട് വേണം. സി എന്ന് പറയുന്ന പോയിന്റിന്റെ മാത്രം ഷിയർ ഫോഴ്സ് ആണ് ഈ വേരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോഡ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മാറുന്നതിനിടയ്ക്ക് സി എന്ന് പറയുന്ന പോയിന്റിലെ ഷിയർ ഫോഴ്സിന്റെ വേരിയേഷൻ മാത്രം. അപ്പോൾ ഇത് നമുക്കൊരു ജനറലൈസ്ഡ് ഗ്രാഫും ഇക്വേഷനും തന്നെയാണ്. അപ്പോൾ എ മാറുന്നതനുസരിച്ച് ഇതിന്റെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം ലൈക്ക് ഫോർ എക്സാമ്പിൾ വരച്ച് കാണിക്കുകയാണെങ്കിൽ ഇതാണ് ബീമെങ്കിൽ ഇവിടെയാണ് ഇതാണ് എ എങ്കിൽ, അപ്പോൾ ഇവിടെ നമുക്ക് എ ലെസ് ദാൻ ബി ആണ്. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഗ്രാഫ് ഇവിടെ വരെ വരും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി വാല്യൂസ് എല്ലാം സെയിം തന്നെ ആയിരിക്കും. എന്ന് വെച്ചാൽ വൃത്തിയാക്കാം. എന്ന് വെച്ചാൽ ദിസ് ഈസ് എ ജനറലൈസ്ഡ് വാല്യൂ. ഓക്കെ, ദിസ് ഓൾ ആർ ജനറൽ വാല്യൂസ്. അപ്പം എ മാറുന്നതനുസരിച്ച് നമുക്കിത് മാറ്റിയാൽ മതി. ഓക്കെ, യെസ്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഷിയർ ഫോഴ്സ് ഫോർ ILD. ഓക്കെ, ILD ഫോർ ഷിയർ ഫോഴ്സ്. നൗ അടുത്തത് നെക്സ്റ്റ് കേസ് കാണാം, ബെൻഡിങ് മൊമെന്റ്. നേരത്തെ പോലെ തന്നെ സി എന്ന പോയിന്റ് തന്നെ എടുക്കുകയാണ്. എയിൽ നിന്നും സ്മോൾ എ ഡിസ്റ്റൻസ് മാറിയിട്ട് there is a point AC and this distance is L minus A. Total length L ആണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചതിന് വരെ ഇവിടെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നുള്ളൂ. അപ്പോൾ പഴയ പോലെ തന്നെ സിയിലിന്റെ ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്, സിയുടെ ലെഫ്റ്റിലോട്ടുള്ള മൊമെന്റ്സിനെ എല്ലാം കൂടെ കൺസിഡർ ചെയ്യാൻ പോകണം. യെസ്, വെൻ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ, അതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയ. ലോഡ് എയ്ക്കും സിക്കും ഇടയ്ക്കായിരിക്കുന്ന അവസ്ഥ, ഷിയർ ഫോഴ്സിന്റെ അതേ സിറ്റുവേഷൻ തന്നെ. എയ്ക്കും സിക്കും ഇടയ്ക്ക് ലോഡ് വരുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വിൽ ബി, ഇപ്പം സിന്ന് ലെഫ്റ്റിലോട്ട് നോക്കുമ്പോൾ കാണുന്ന മൊമെന്റ്സ് എല്ലാം കൂടെ ഞാൻ സം ചെയ്യുകയാണ്. VA ഇൻറ്റു എ.
is acting clockwise to the left. 1 into this distance, a minus x. 1 into a minus x. This distance is acting anti-clockwise to the left. There is a positive thing and there is a negative thing. Okay, hence the sign. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഞാനത് പോകുന്നില്ല. വി എയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച വെച്ചാണ് 1 മൈനസ് എക്സ് ബൈ എൽ. അപ്പോൾ ഇതിനെല്ലാം എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ 3-4 സ്റ്റെപ്പ് വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വിൽ ബി ഈക്വൽ ടു എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എ. അതായത് 1 കിലോ ന്യൂട്ടൺ എയ്ക്കും സിക്കും ഇടയ്ക്ക് നിൽക്കുമ്പോൾ സി എന്ന് പറയുന്ന പോയിന്റിലെ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എക്സ് ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രീം വാല്യൂസ് ആയ 0യും എയും എക്സിന് ഇട്ട് കൊടുക്കുമ്പോൾ ഐ ഗെറ്റ് x equal to 0 ഇട്ട് കൊടുക്കുമ്പോൾ ഒബ്വിയസ്ലി ഇത് മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വിൽ ബി 0. അതായത് ലോഡ് എയിൽ നിൽക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വിൽ ബി 0. സിമിലർലി ലോഡ് എയിൽ നിൽക്കുമ്പോൾ, അതായത് സി എന്ന് പറയുന്ന പോയിന്റിലോട്ട് ലോഡ് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു എ. അപ്പോൾ ഇവിടെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എ ഇൻറ്റു എൽ മൈനസ് എ ബൈ എൽ കിട്ടും ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ഓക്കെ, സോ ദിസ് are two extreme values when the load is between A and C. അടുത്ത കേസ് നമുക്ക് കാണാം, അതായത് when the load is between C and B. നേരത്തെ പോലെ തന്നെ when the load is between C and B എന്ന് വെച്ചാൽ A less than X less than L. അപ്പോൾ ഫിഗർ ഇത് ഇങ്ങനെ വരും. ഓക്കെ, സിക്കും ബിക്കും ഇടയ്ക്കാണ്. This is again L minus B. Okay, yes, sorry, L minus A. Yes, bending moment at C. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങോട്ട് നോക്കാം, റൈറ്റിലോട്ട് നോക്കാം. റൈറ്റിലോട്ട് നോക്കുമ്പോൾ ഞാൻ കാണുന്നത് സിയിൽ നിന്ന് റൈറ്റിലോട്ട്, ഓക്കെ, സിയിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കുമ്പോൾ കാണുന്നത് ദർ ഈസ് എ വെർട്ടിക്കൽ റിയാക്ഷൻ ബി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എൽ മൈനസ് എ, അതായത് ബി ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ടു ദ റൈറ്റ് എന്ന് വെച്ചാൽ പോസിറ്റീവ്. ഓൾസോ ഐ സി എ 1 കിലോ ന്യൂട്ടൺ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് എക്സ് മൈനസ് എ, അതായത് സിയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. എ തൊട്ട് ഈ ലോഡ് ആക്ട് ചെയ്യുന്നവർ എക്സ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് മൈനസ് എ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഗിവ്സ് മീ വി ബി ദാറ്റ് ഈസ് എ നെഗറ്റീവ് ക്വാണ്ടിറ്റി അഗെയിൻ ഡ്യൂ ടു അവർ സൈൻ കൺവെൻഷൻ. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ 3-4 സ്റ്റെപ്പ് വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഐ ഗെറ്റ് ദ ഇക്വേഷൻ ദാറ്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വിൽ ബി ഈക്വൽ ടു എ ബൈ എൽ ഇൻറ്റു എൽ മൈനസ് എക്സ്. ഓക്കെ, ജനറൽ ഇക്വേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലോട്ട് എക്സ്ട്രീം വാല്യൂസ് ആയ എയും എല്ലും, എക്സിന്റെ എക്സ്ട്രീം വാല്യൂസ് എയും എല്ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഐ ഗെറ്റ് എക്സ് ഈക്വൽ ടു എയിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു എൽ മൈനസ് എ ബൈ എൽ. ഓക്കെ, സിമിലർലി എക്സ് ഈക്വൽ ടു എൽ ഇട്ട് കൊടുക്കുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വിൽ ബിക്കം 0, കാരണം ഈ എൽ ആൻഡ് ദിസ് മൈനസ് എൽ വിൽ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ ആൻഡ് ഇക്വേഷൻ വിൽ ബിക്കം 0. അപ്പോൾ ഇത് എയ്ക്കും എല്ലിനും ഇടയ്ക്ക്, ഈ ഒരു കേസാണ്, എയ്ക്കും എല്ലിനും ഇടയ്ക്ക് ലോഡ് നിൽക്കും. അപ്പോൾ കഴിഞ്ഞ സ്ലൈഡിലെ കേസ് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുവാണ്. അതായത് 0യ്ക്കും എയ്ക്കും ഇടയ്ക്ക് ലോഡ് നിൽക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 0യിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വിൽ ബി 0. അഗെയിൻ എക്സ് ഈക്വൽ ടു എയിൽ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി വിൽ ബി എ ഇൻറ്റു എൽ മൈനസ് എ ബൈ എൽ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്ട്രീം കേസസ്. ഇത് വാല്യൂസ് ശ്രദ്ധിച്ചാൽ അറിയാം, ബെൻഡിങ് മൊമെന്റ് അറ്റ് സിക്ക് ചേഞ്ച് ഒന്നുമില്ല. ദാറ്റ് മീൻസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടുള്ള മാറ്റമൊന്നുമില്ല, സെയിം ക്വാണ്ടിറ്റി ആണ്. അപ്പം ഇറ്റ് ഈസ് അഗെയിൻ ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഗ്രാഫ്. അപ്പോൾ ഇതിനെ എക്സ്ട്രീം കേസിനെ ഞാൻ വരച്ച് റെപ്രസെന്റ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കണം, അഗെയിൻ ഇത് ലീനിയർലി വേരിയിങ് ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, അപ്പം ഇറ്റ് വിൽ ബി സ്ട്രേറ്റ് ലൈൻ. അതുപോലെ തന്നെ കഴിഞ്ഞ കേസിലും മൈനസ് ഇറ്റ് വാസ് എൽ മൈനസ് എ ഇൻറ്റു എക്സ് ബൈ എൽ എന്നായിരുന്നു, അതും ലീനിയർലി വേരിയിങ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദിസ് ടു ബി ദ ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം ഫോർ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ഓക്കെ, ഇതിന്റെ അർത്ഥം അഗെയിൻ ഞാൻ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ലോഡ് ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ എയിൽ നിന്ന് ബിയിലോട്ട് പോകുന്നതിനിടയ്ക്ക് ലോഡ് ഈ 1 കിലോ ന്യൂട്ടണിൽ നിന്നാൽ ഈ ലോഡ് 1 കിലോ ന്യൂട്ടണിൽ 1 കിലോ ന്യൂട്ടൺ ലോഡ് ഈ പോയിന്റിൽ നിന്നാൽ സി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റ് വാല്യൂ ഈ ഓർഡിനേറ്റിന്റെ വാല്യൂ ആയിരിക്കും. അതുപോലെ തന്നെ ലോഡ് ഈ പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ bending moment at C will have a value equal to this. Okay, അപ്പോൾ
this again is a general statement. അപ്പം സിയുടെ ഡിസ്റ്റൻസ് മാറിയ അല്ലെങ്കിൽ സി വേറൊരു പോയിന്റിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ഗ്രാഫ് വേറെ ഇങ്ങോട്ട് മാറും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഓൾ ദ വാല്യൂസ് എല്ലാം സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് ബെൻഡിങ് മൊമെന്റിന്റെ കേസ് ആണെങ്കിലും റിയാക്ഷൻസ് അറ്റ് എ ആൻഡ് ബിയുടെ കേസ് ആണെങ്കിലും ഷിയർ ഫോഴ്സിന്റെ കേസ് ആണെങ്കിലും എല്ലാം എനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ എ മാറിയാൽ ആ ഗ്രാഫിന്റെ ഷേപ്പും എക്സ്ട്രീം വാല്യൂസും മാറും എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ച് എനിക്ക് ILDയുടെ യൂസ്ഫുൾനെസ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇഫ് യു ആർ എ സ്ട്രക്ചറൽ ഡിസൈനർ ഡിസൈനിങ് ആൻഡ് യു ഹാവ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം, അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ടത് അതിൻ്റെ അകത്ത് ഏതോ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരുന്നത് ലോഡ് എവിടെ നിൽക്കുമ്പോഴാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇത് തന്നെ ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നതെന്ന് വെക്കുക. അതിൻ്റെ അകത്ത് ഒരു സി എന്നൊരു പോയിന്റ് നിങ്ങൾക്ക് കൺസേൺ ആയിട്ടുണ്ട്. ആ സിയിൽ ഏറ്റവും മാക്സിമം ബെൻഡിങ് മൊമെന്റ് ലോഡ് എവിടെ നിൽക്കുമ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയണം. അപ്പോൾ ഈ ILD വരച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലോഡ് ഈ സിയിൽ തന്നെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം വാല്യൂസ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ലോഡ് ഈ അറ്റത്തോ ആണ് നിൽക്കുന്നതെങ്കിൽ ബെൻഡിങ് മൊമെന്റിന് 0 വാല്യൂസ് ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ യൂസ് ഓഫ് ബെൻഡിങ്, ഇൻഫ്ലുവൻസ് ലൈൻ ഡയഗ്രാം. ഓക്കെ, അപ്പം ഇതൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ 4 കേസും ഞാൻ ജനറലൈസ് ചെയ്ത് വരച്ചാണ്. ഇനി ഇതിനെ ഓൾ ടുഗദർ ആയിട്ട് ഒന്ന് കാണാം. സോ എഫക്റ്റീവ്ലി വി ആർ ഗോയിങ് ടു സീ ദ ILDs ഫോർ എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഹാവിംഗ് എ പോയിന്റ് ലോഡ്. സോ ഇതാണ് ആ കേസ്. വി ഹാവ് എ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം എ ബി. ഇപ്പോൾ സി ഇവിടെ കുറച്ച് ദൂരം ഇങ്ങോട്ട് മാറിയാണ്. ആൻഡ് ഡിസ്റ്റൻസ് ഈസ് എ ടു സി ഉള്ള ഡിസ്റ്റൻസ് എ ആൻഡ് ബാക്കിയുള്ള ഡിസ്റ്റൻസ് ഒബ്വിയസ്ലി L - A. അപ്പോൾ 1 kN അല്ലെങ്കിൽ 1 യൂണിറ്റ് ലോഡ് 1 kN എന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പം എ തൊട്ട് ഇങ്ങനെ ബി വരെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോ ബീമിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ. അപ്പം ഞാൻ ഏതോ പോയിന്റിൽ നിൽക്കുമ്പോൾ എനിക്കറിയണം ആ പോയിന്റ് ഞാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പോയിന്റിലാണ് ഞാൻ നിൽക്കുമ്പോൾ റിയാക്ഷൻ അറ്റ് ബി എത്രയാണെന്ന് എനിക്കറിയണം. അതായത് ഈ പോയിന്റിലെ വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി എനിക്കറിയണം. അപ്പോൾ ILD ഫോർ റിയാക്ഷൻ അറ്റ് ബി ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം ഈ കാണുന്നതാണ് ഞാൻ ആ പോയിന്റിൽ നിൽക്കുമ്പോൾ ബിയിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ. അതുപോലെ തന്നെ എയിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഞാൻ ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ എയിൽ ഉണ്ടാകുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഞാൻ എത്ര ദൂരമാണ് നിൽക്കുന്ന എന്നുള്ള എക്സിന്റെ വാല്യൂ പറഞ്ഞാൽ എനിക്ക് വെർട്ടിക്കൽ റിയാക്ഷൻസ് ഈസി ആയിട്ട് ഈ 2 ഇക്വേഷൻസ് വെച്ച് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാം ഈ ഇക്വേഷൻസ് വെച്ച് -x/L എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ സിയിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് എത്രയാണെന്ന് സിയിലുണ്ടാകുന്ന ഷിയർ ഫോഴ്സ് അത് ശ്രദ്ധിക്കണം. ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് അല്ല, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ സി എന്ന് പറയുന്ന ദൂരത്ത് കാണുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ഷിയർ ഫോഴ്സ് എനിക്കറിയാം. ദാറ്റ് വിൽ ബി x/L. ഓക്കെ, അപ്പം ഞാനിങ്ങനെ നടന്ന് സിയിൽ എത്തുവാണെങ്കിൽ അവിടുത്തെ ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ -A/L 1 -A/L ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ സിയിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഈ കാണുന്നതായിരിക്കും x × L - A/L ആയിരിക്കും. അപ്പോൾ ഞാൻ നടന്ന് സിയിൽ എത്തുവാണെങ്കിൽ ആ പോയിന്റിലെ ബെൻഡിങ് മൊമെന്റ് ഇതാവും A × L - A/L എന്നുള്ള ഒരു മാക്സിമം കേസ് ആവും. സോ ദിസ് ഈസ് വാട്ട് യു അണ്ടർസ്റ്റാൻഡ് ബൈ an influence line diagram. Okay, hope the class was very clear. So this is just a stepping stone towards simply supported beam. അപ്പോൾ ഇതിൽ പോയിന്റ് ലോഡ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇതിൽ ഇനി വരാൻ കിടക്കുന്നുണ്ട് UDL ബിഗർ ദാൻ സ്പാൻ, UDL സ്മോളർ ദാൻ സ്പാൻ, പിന്നെ ഇതുപോലെ കുറെ ലോഡുകൾ ഒരുമിച്ച് വരുന്നത് എന്നുള്ള കേസുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ എപ്പോഴും 1 kN ആവില്ല ലോഡ് വരുന്നത്, ചിലപ്പോൾ ഹയർ ലോഡ് വരും. അപ്പോൾ ഹയർ ലോഡിന്റെ വാല്യൂ കിട്ടാൻ ഈ വാല്യൂസിന്റെ കൂടെ അപ്പം ഇതൊരു 15 kN ആണെങ്കിൽ ഈ കാണുന്ന വാല്യൂസിലൂടെ 15 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അതിപ്പം ഓരോ ലോഡിന് ഓരോ പെക്യുലർ കേസാണ്. വി വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ലെക്ചർ. താങ്ക് യു സോ മച്ച്. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഐ ഹോപ്പ് ഐ ഹാവ് മെയ്ഡ് മൈ സെൽഫ് ക്ലിയർ. താങ്ക് യു സോ മച്ച്.